ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എപ്പഫ്രാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ആമുഖമായും അതുപോലെ എപ്പഫ്രാസ് പ്രതിനിധിയായി സംസാരിക്കുന്നയാൾ എന്ന വിഷയത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും എപ്പഫ്രാസ് ആണെന്ന കാര്യം പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഈ വാക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എപ്പഫ്രാസ് തന്നെ ആവണം പൗലോസിനെ അറിയിച്ചത് എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കൊലോസ്യ സഭയിലുള്ള ദൈവജനത്തിൻ്റെ ആത്മീകമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസിനെ എപ്പഫ്രാസ് അറിയിച്ചു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ശരിയായ വിലയിരുത്തലുകൾ നടത്തുന്ന കാര്യത്തിൽ എപ്പഫ്രാസിന് ദൈവം ധാരാളമായ കൃപ കൊടുത്തിരുന്നു. അങ്ങനെ പൗലോസിനെ എപ്പഫ്രാസ് അറിയിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞു പോയിരുന്നു. എപ്പഫ്രാസ് എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പഠനവിധേയമാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും നമുക്കിവിടെ പറയാനായിട്ടില്ല. കാരണം അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അദ്ദേഹം ആത്മീകമായിട്ട് ശുശ്രൂഷാപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ശരിയായ നിലയിൽ വിലയിരുത്തലുകൾ നടത്തുവാൻ, വസ്തുതാപരമായ വിലയിരുത്തലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കാര്യങ്ങളെ ശരിയായ നിലയിൽ വിലയിരുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ കൊലോസ്യ ലേഖനത്തിൽ എപ്പഫ്രാസ് പൗലോസിനോട് അറിയിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഒരിക്കൽ പോലും ആ സഭയിലെ ഏതെങ്കിലും വ്യക്തിയുടെ കുറ്റകരമായ ഒരു കാര്യം, കുറ്റങ്ങൾ പറയുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് കൊലോസ്യ സഭയിലുള്ള ദൈവമക്കൾക്കൊന്നും തെറ്റുകളില്ലായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനും നിർവാഹമില്ല. പക്ഷേ എപ്പഫ്രാസ് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെയുള്ള ദൈവജനത്തിൻ്റെ ആത്മീക സന്തോഷം പറഞ്ഞു കൊടുക്കുന്നതിനാണ് കുറെ കൂടെ ഗൗരവം കാണിക്കുന്നത്. ഈ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ചൂണ്ടിക്കാണിക്കണം, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എത്രത്തോളം അത് മറ്റുള്ളവരെ ബാധിക്കുന്നു, അത് ശരിയായ നിലയിലാണോ ബാധിക്കുന്നത്, ദോഷകരമായ നിലയിലാണോ ബാധിക്കുന്നത് എന്നൂടെ മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുവാനായിട്ട്. മാത്രമല്ല, വിലയിരുത്തലുകൾ നടത്തുമ്പോൾ എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും, എത്ര നന്മകൾ അവിടെ ഉണ്ടായാലും, എത്ര സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായാലും, എത്ര ഗുണകരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായാലും അവയൊന്നും കാണാതെ അവിടെ എല്ലാം തെറ്റുകൾ മാത്രം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, കുറവുകൾ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക, കുറ്റങ്ങൾ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക, അത് മാത്രം എടുത്തുയർത്തി കാണിക്കുക, അത് മാത്രം പറയുക, ഈ പ്രവണത തെറ്റാണ്. അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചൂണ്ടിക്കാണിക്കരുത് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്നത് നല്ലത് തന്നെയാണ്. വളരെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം വിലയിരുത്തലുകൾ നടത്താവൂ. ഇവിടെ ഒന്നാമതായിട്ട് എപ്പഫ്രാസ് പൗലോസിനെ അറിയിക്കുന്നത്, കൊലോസ്യ സഭയിലുള്ള ദൈവജനത്തെക്കുറിച്ച് അറിയിക്കുന്ന ഒന്നാമത്തെ കാര്യം അവർ കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. അവർ സ്വീകരിച്ച വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ വിശ്വാസത്തെ അവർ നിലനിൽക്കുകയാണ്. ആ വിശ്വാസത്തെ ത്യജിച്ചു പറയാനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അവർ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിലനിൽക്കുന്നു. ആ വിശ്വാസത്തെക്കുറിച്ച് എപ്പഫ്രാസ് പൗലോസിനെ അറിയിക്കുകയാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ആദ്യമേ നാം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം, നാം നേടിയിരിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെക്കുറിച്ച്
നാം അറിവുള്ളവരായിരിക്കണം. ഇതൊരു കേവല വിശ്വാസമല്ല, സാധാരണ നിലയിലുള്ളൊരു വിശ്വാസമല്ല. ഇത് നമ്മെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന വിശ്വാസം. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം എന്താണെന്ന് നമ്മൾ അറിയണം. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിയണം. ഒരുപക്ഷെ എപ്പഫ്രാസിൽ നിന്നും കൊലോസ്യയിലുള്ള ദൈവജനത്തിന് അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രായോഗികമാക്കുവാനും സാധിച്ചിട്ടുണ്ടാവണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇത് നമ്മെ ദൈവമക്കളാക്കി തീർത്ത വിശ്വാസമാണ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഈ വിശ്വാസത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഈ വിശ്വാസത്താൽ ദൈവശക്തിയിൽ നാം ഓരോരുത്തരും സൂക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നാം സ്വീകരിച്ച ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ്? എത്രയോ ഉന്നതമായ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഞാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ, പിന്നെന്താണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുകയും സ്വയം ഇല്ലാതാവാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. അപ്പോഴൊക്കെ ഈ വേദഭാഗങ്ങളൊക്കെ നാം ഒന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യം പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ സ്വീകരിച്ചു പറഞ്ഞ വിശ്വാസം, നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസം, അത് സാധാരണമായൊരു വിശ്വാസമല്ല. ആ വിശ്വാസത്തിലേക്ക്, ആ കൃപയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവം എത്ര വിശ്വസ്തനാണ്. നമ്മെ സ്നേഹിച്ച അവൻ്റെ കരുണ എത്രയോ വലുതാണ്. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ദൈവത്തിൻ്റെ വിശാലമായ ആ മനസ്സ്, ആ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എപ്പഫ്രാസിന് കൊലോസ്യയിലുള്ള ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും അറിയുവാനും അറിയിക്കുവാനും സാധിച്ചു. ഈ നാളുകളിൽ നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. മറ്റുള്ളവരുടെ ആത്മീകമായ നന്മകൾ കാണുമ്പോൾ, അവരുടെ ആത്മീകമായ വളർച്ച കാണുമ്പോൾ എപ്പഫ്രാസിനെ പോലെ വളരെ കൃത്യമായി ശരിയായ നിലയിൽ അത് വിലയിരുത്താനും അത് കേട്ടും കണ്ടും അറിഞ്ഞും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവിധം നമ്മുടെ കണ്ണുകളും ഈ നാടുകൾ തുറക്കപ്പെട്ട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.